നമസ്കാരം. സമഗ്ര വാർത്തകളുമായി ന്യൂസ് അറ്റ് 6 PM ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ടുകൾ നോക്കാം. അസമിലെ ജോർഹാട്ടിൽ വ്യോമസേനയുടെ വിമാനം തകർന്നു വീണ 5 സൈനികർക്ക് വീരമൃത്യു വരിച്ചവരിൽ 2 അഗ്നിവീറുകളും സഹ പൈലറ്റ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ഗുരുതര പരിക്ക്. അന്വേഷണം പ്രഖ്യാപിച്ച് വ്യോമസേന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യൂറോപ്പിലേക്ക് ഫ്രാൻസും സ്ലോവാക്കിയയും സന്ദർശിക്കും. സാമ്പത്തിക സഹകരണം, സാംസ്കാരിക ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുക ലക്ഷ്യം. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായുള്ള ഉഭയകക്ഷി ചർച്ച നാളെ. G7 ഉച്ചകോടിയിലും പങ്കെടുക്കും. തൃശൂരിലും ഷിഗല്ല. വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട് നിപ്പ നിയന്ത്രണ വിധേയമെന്ന് മന്ത്രി AP അനിൽകുമാർ. ഉറവിടം കണ്ടെത്താൻ കേന്ദ്ര സംഘം കോഴിക്കോട്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. പനിയുമായി ഒറ്റപ്പാലം സർക്കാർ ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചിട്ടില്ലെന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്നും അന്വേഷിക്കുന്നുവെന്നും ആശുപത്രി സൂപ്രണ്ട്. നിയമന വിവാദത്തിൽ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപ് രാജിവെച്ചു. രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതോടെ തീരുമാനം ഭക്തജനങ്ങളുടെ ആശങ്ക കണക്കിലെടുത്തെന്ന് ദേവസ്വം മന്ത്രി. സർക്കാർ കള്ളന് ചൂട്ടുപിടിച്ചെന്ന് പ്രതിപക്ഷ നേതാവ്. സ്വർണ്ണപ്പാളി കൈമാറ്റത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് SIT നോട്ടീസ്. അന്വേഷണ സംഘം നാളെ ശബരിമലയിൽ പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. ധർമ്മസ്ഥല കേസിൽ നടൻ പ്രകാശ് രാജിനെതിരെ ആരോപണവുമായി 1-ാം പ്രതി ചിന്നയ്യ. ധർമ്മസ്ഥലക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രകാശ് രാജും സംഘവും നിർബന്ധിച്ചെന്ന് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ചിന്നയ്യ. ഗൂഢാലോചന വിജയിച്ചാൽ 50 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തെന്നും ആരോപണം. ഹർജിയിൽ പ്രകാശ് രാജ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ ഉത്തരവ്. ഫിഫ ലോകകപ്പിൽ മലയാളി താരം തഹ്സീൻ മുഹമ്മദ് കളത്തിലിറങ്ങുന്നതും കാത്ത് മലയാളികൾ. ഖത്തർ സ്വിറ്റ്സർലൻഡ് മത്സരം അർദ്ധരാത്രി 12:30 മുതൽ. ബ്രസീൽ മൊറോക്കോ മത്സരത്തിൽ നെയ്മർ കളിക്കില്ല. അസമിലെ ജോർഹട്ടിൽ വ്യോമസേനാ വിമാനം തകർന്നു വീണ് പൈലറ്റ് ഉൾപ്പെടെ 5 ഉദ്യോഗസ്ഥർക്ക് വീരമൃത്യു. രക്ഷപ്പെട്ട സഹ പൈലറ്റ് ഗുരുതര പരിക്കോടെ ചികിത്സയിലാണ്. വ്യോമസേനയുടെ AN-32 ചരക്ക് വിമാനമാണ് ലാൻഡിംഗിനിടെ തകർന്നു വീണ് തീപിടിച്ചത്. സംഭവത്തിൽ വ്യോമസേന അന്വേഷണം ആരംഭിച്ചു. അസമിലെ ജോർഹട്ട് വ്യോമതാവളത്തിലാണ് വ്യോമസേനയുടെ റഷ്യൻ നിർമ്മിത AN-32 ഇരട്ട എഞ്ചിൻ ചരക്ക് വിമാനം തകർന്നു വീണ് തീപിടിച്ചത്. അപകടത്തിൽ പൈലറ്റ് ഉൾപ്പെടെ 5 വ്യോമസേനാ ഉദ്യോഗസ്ഥർ വീരമൃത്യു വരിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീറുകളായ ഖേമറാം ഖുമാവത്ത്, ഡാനിഷ് ആലം എന്നിവർക്കാണ് ജീവൻ നഷ്ടമായത്. രക്ഷപ്പെട്ട സഹ പൈലറ്റ് ഗുരുതര പരിക്കുകളോടെ ചികിത്സയിലാണ്. ലാൻഡിങ്ങിനിടെ നിയന്ത്രണം നഷ്ടപ്പെട്ട വിമാനം ജോർഹട്ടിലെ റൺവേക്ക് സമീപത്തെ തുറന്നിടത്തേക്ക് തകർന്നു വീണ് തീപിടിക്കുകയായിരുന്നു. 45 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ 6 പേർ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും പരിശീലന പറക്കലിനിടെയാണ് അപകടം സംഭവിച്ചതെന്നും വ്യോമസേന അറിയിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് വിമാനം അടിയന്തരമായി ഇടിച്ചിറക്കാൻ പൈലറ്റ് ശ്രമിച്ചുവെന്നാണ് വിവരം. അപകടത്തിന്റെ കാരണം കണ്ടെത്താനായി വ്യോമസേന കോർട്ട് ഓഫ് എൻക്വയറി പ്രഖ്യാപിച്ചു. ഉയർന്ന മലനിരകളിലും പ്രതികൂല കാലാവസ്ഥയിലും മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ ശേഷിയുള്ള വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. അസമിലെ കാർബി ആംഗ്ലോങ് ജില്ലയിൽ 2 മാസം മുൻപ് സുഖോയ് യുദ്ധവിമാനം തകർന്നു വീണ് 2 പൈലറ്റുമാർക്ക് ജീവൻ നഷ്ടമായിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. ലഫ്റ്റനന്റ് ജനറൽ ധീരജ് സേത്ത് പുതിയ കരസേനാ മേധാവി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി വിരമിക്കുന്ന ഒഴിവിലാണ് നിയമനം. ജൂൺ 30 ഇന്ത്യയുടെ 31ാമത് കരസേനാ മേധാവിയായി ജനറൽ ധീരജ് സേത്ത് ചുമതലയേൽക്കും. 2028 ഓഗസ്റ്റ് 31 വരെയാണ് അദ്ദേഹത്തിന്റെ കാലാവധി. 1987 ബാച്ച് ഉദ്യോഗസ്ഥനായ ധീരജ് സേത്ത് നിലവിൽ കരസേനാ ഉപമേധാവിയായി സേവനമനുഷ്ഠിച്ചു വരികയാണ്. ജമ്മുകശ്മീരിലും വടക്ക് കിഴക്കൻ മേഖലയിലും നിർണായക ഭീകരവിരുദ്ധ ഓപ്പറേഷനുകൾക്ക് നേതൃത്വം നൽകിയ ഉദ്യോഗസ്ഥനാണ്. 5 ദിവസത്തെ വിദേശ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യാത്ര തിരിച്ചു. ഫ്രാൻസ്, സ്ലോവാക്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പങ്കെടുക്കും. നാളെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണുമായും അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിൽ ശ്രദ്ധ നൽകുമെന്ന് യാത്രയ്ക്ക് മുമ്പ് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെത്തുന്നത്.
നൈസിൽ നടക്കുന്ന ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടിയിൽ ഇരു നേതാക്കളും പങ്കെടുക്കും. ഇന്ത്യയും ഫ്രാൻസും സംയുക്തമായുള്ള പുതിയ സ്റ്റാർട്ടപ്പുകൾ പരിപാടിയിൽ പരിചയപ്പെടുത്തും. പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി നാളെ നരേന്ദ്രമോദി ഉഭയകക്ഷി ചർച്ച നടത്തും. വിവിധ മേഖലകളിൽ ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ള സഹകരണം കൂടുതൽ ഊഷ്മളമാക്കാനുള്ള ചർച്ചകളുണ്ടാകും. 15-ന് സ്ലോവാക്യയുടെ പ്രസിഡന്റ്, പ്രധാനമന്ത്രി എന്നിവരുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും. ജൂൺ 16 മുതൽ 17 വരെ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. ഇവിയനിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. 18-ന് പാരീസ് സന്ദർശിച്ച ശേഷമാകും പ്രധാനമന്ത്രിയുടെ മടക്കം. വിദേശ സന്ദർശനത്തിൽ സാമ്പത്തിക സാംസ്കാരിക ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധ നൽകുമെന്ന് യാത്രയ്ക്ക് മുൻപ് പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സമാധാന കരാർ അന്തിമഘട്ടത്തിലെത്തിയെന്ന ഇറാനും അമേരിക്കയും ഞായറാഴ്ച ജനീവയിൽ കരാർ ഒപ്പുവെച്ചേക്കും. ഹോർമൂസ് കടലിടുക്ക് തുറക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി. സമാധാന കരാറിന്റെ കരട് രൂപം തയ്യാറായതായി മധ്യസ്ഥതയ്ക്ക് നേതൃത്വം നൽകിയ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് അറിയിച്ചു. യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള അടുത്ത ഘട്ടങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ പാകിസ്ഥാൻ ഇരു രാജ്യങ്ങളുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണെന്നും ഷെഹബാസ് ഷെരീഫ് പറഞ്ഞു. കരാറിൽ ഇനിയും മാറ്റങ്ങൾ ഉണ്ടായേക്കാമെങ്കിലും താൽക്കാലിക കരാർ തന്റെ രാജ്യം യുദ്ധത്തിൽ കൂടുതൽ ശക്തരായി ഉയർന്നു വന്നതിന്റെ തെളിവാണെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി വ്യക്തമാക്കി. കരാർ പ്രകാരം ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കുമെന്നും ഇറാനുമേലുള്ള US ഉപരോധം നീക്കുമെന്നും അരാക്ചി പറഞ്ഞു. കരാർ വ്യവസ്ഥകളെക്കുറിച്ച് ഇറാന്റെ പരമോന്നത ദേശീയ സുരക്ഷാ സമിതിയിൽ അഭിപ്രായ ഭിന്നതയുണ്ടെന്നും സമിതി അംഗീകരിച്ചാൽ ഇരു രാജ്യങ്ങളും ഒരേ സമയം വെവ്വേറെ ഇരുന്ന് കരാറിൽ ഒപ്പുവെക്കുമെന്നും അരാക്ചി കൂട്ടിച്ചേർത്തു. അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇറാന്റെ കൈവശമുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടത്തും. ഇറാന്റെ മണ്ണിൽ വെച്ച് തന്നെ ഇവ നശിപ്പിക്കാനാണ് US ലക്ഷ്യമിടുന്നത്. കരാറിൽ ഒപ്പുവെച്ചയുടൻ ഇറാന്റെ മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളറിന്റെ ആസ്തികൾ വിട്ടുനൽകുമെന്ന വാർത്തകൾ അമേരിക്ക നിഷേധിച്ചു. ഇറാൻ വ്യവസ്ഥകൾ പൂർണ്ണമായി നടപ്പാക്കിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ ഘട്ടം ഘട്ടമായി സാമ്പത്തിക ആനുകൂല്യങ്ങൾ നൽകൂ എന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. ഇരുപക്ഷവും തമ്മിൽ കരാറിന്മേൽ വലിയ പ്രതീക്ഷയുണ്ടെങ്കിലും മുമ്പും അവസാന നിമിഷം ചർച്ചകൾ പരാജയപ്പെട്ടതിനാൽ ജാഗ്രതയോടെയാണ് നയതന്ത്ര ലോകം നീക്കങ്ങളെ വീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, അമൃത TV. അന്തരിച്ച പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ മൃതദേഹം ജൂലൈ 9-ന് സംസ്കരിക്കുമെന്ന് ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ. ജൂലൈ 4, 5 തീയതികളിൽ രാജ്യതലസ്ഥാനമായ ടെഹ്റാനിൽ വിടവാങ്ങൽ ചടങ്ങ് നടക്കും. ജൂലൈ 9-ന് ജന്മനാടായ മഷാത്ത് നഗരത്തിൽ നടക്കുന്ന ചടങ്ങിന് ശേഷം ഇമാം റസായുടെ ശവകുടീരത്തിനടുത്തായി ഖമനേയുടെ ഭൗതികദേഹം സംസ്കരിക്കും. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രയേലും നടത്തിയ ആദ്യഘട്ട ആക്രമണങ്ങളിലായിരുന്നു ഖമനേയി കൊല്ലപ്പെട്ടത്. ചരക്ക് കപ്പലിന് നേരെയുള്ള US ആക്രമണത്തിൽ വീണ്ടും പ്രതിഷേധം അറിയിച്ച് ഇന്ത്യ. ഒമാൻ തീരത്ത് ഇന്ത്യൻ ജീവനക്കാരുള്ള കപ്പലുകൾക്ക് നേരെയുള്ള US ആക്രമണത്തിലാണ് ശക്തമായ ഭാഷയിൽ പ്രതിഷേധം അറിയിച്ചത്. വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ഫോണിൽ സംസാരിച്ചു. ചരക്ക് കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങളെ ന്യായീകരിക്കാൻ കഴിയില്ലെന്നും ഇന്ത്യയുടെ ശക്തമായ വിയോജിപ്പ് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയെ അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ചരക്ക് കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ടിരുന്നു. ശത്രു രാജ്യങ്ങളുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ ശേഷിയുള്ള അത്യാധുനിക ബാലിസ്റ്റിക് മിസൈൽ പ്രതിരോധ കവചത്തിന്റെ 2ാം ഘട്ട പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ. ഇതോടെ ഇത്തരം അത്യാധുനിക പ്രതിരോധ സംവിധാനമുള്ള ലോകത്തെ ചുരുക്കം ചില രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയും ഇടം പിടിച്ചു. ജൂൺ 10, 11 തീയതികളിൽ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ DRDO ആണ് മിസൈൽ പ്രതിരോധ സംവിധാനത്തിന്റെ അവസാനഘട്ട പരീക്ഷണങ്ങൾ നടത്തിയത്. ആകാശത്ത് എവിടെ വെച്ചും ശത്രു മിസൈലുകളെ തടയാൻ ശേഷിയുള്ള ഇന്റർസെപ്റ്റർ മിസൈലുകളാണ് ഈ പരീക്ഷണത്തിൽ പ്രയോഗിച്ചത്. പാലക്കാട് കരിമ്പുഴ പഞ്ചായത്തിൽ ഡെങ്കിപ്പനി ബാധിച്ച് മരണം. കരിമ്പുഴ പഞ്ചായത്തിലെ പൊമ്പ്ര അമ്പലപ്പാടം കന്നിച്ചാലിൽ മറിയാണ് മരിച്ചത്. പനിയെ തുടർന്ന് ഇന്നലെ മണ്ണാർക്കാട് വട്ടമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തൃശൂരിലും ഷിഗല്ല, വടക്കാഞ്ചേരി മംഗലത്ത് 2 കുട്ടികൾക്ക് രോഗബാധ സ്ഥിരീകരിച്ചു. ആശങ്കയുയർന്ന സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി അധികൃതർ. പ്രദേശത്ത് ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു വരികയാണ്. 4 വയസ്സുള്ള പെൺകുട്ടിക്കും 7 വയസ്സുള്ള ആൺകുട്ടിക്കുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കുട്ടികൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ കഴിഞ്ഞു വരികയാണ്. കുട്ടികളുടെ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ആരോഗ്യനിലയും വിലയിരുത്തി വരികയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് അധികൃതർ അറിയിച്ചു. സംസ്ഥാനത്ത് നിപ്പയിൽ ആശ്വാസം. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ
പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായി. സംസ്ഥാനത്ത് നിപ വൈറസ് വ്യാപിച്ചിട്ടില്ലെന്നും ഇതുവരെ ലഭിച്ച പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവാണെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. നിലവിൽ കേന്ദ്ര സംഘം കോഴിക്കോടെത്തി പരിശോധന ആരംഭിച്ചു. അതേസമയം നിപ പ്രതിരോധത്തിൽ ആരോഗ്യവകുപ്പിന് വീഴ്ചയെന്ന് ആരോപിച്ച് CPM പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. നിപ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 3 പേരുടെ ഉൾപ്പെടെയുള്ള പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ വ്യക്തമാക്കി. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ നിപ ഇതുവരെ വ്യാപിച്ചിട്ടില്ല. ഇതുവരെ നടത്തിയ എല്ലാ പരിശോധനകളും നെഗറ്റീവായിരുന്നു. ഇപ്പോൾ വെന്റിലേറ്ററുള്ള രോഗി അതേ കണ്ടീഷനിൽ തന്നെ തുടരുകയാണ്. നിലവിൽ രോഗം ബാധിച്ചയാൾ വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്. അതേസമയം കേന്ദ്ര സംഘം കോഴിക്കോടെത്തി. മെഡിക്കൽ കോളേജിൽ സംഘം യോഗത്തിൽ പങ്കെടുത്തതിനു ശേഷം സിവിൽ സ്റ്റേഷനിലെ നിപ കൺട്രോൾ റൂം സന്ദർശിച്ചു. മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ നിപ അവലോകന യോഗം ചേർന്നിരുന്നു. മുമ്പ് നിപ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും പ്രതിരോധ നടപടികൾ നടക്കുന്നുണ്ടെന്നും മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. അതിൻ്റെ പ്രോട്ടോകോൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന അത് ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം ചെയ്തതായിട്ടാണ് യോഗത്തിൽ വിലയിരുത്തപ്പെട്ടത്. പൊതുവെ വലിയ രീതിയിൽ കൂടുതൽ സ്പ്രെഡോ വ്യാപനം ഉണ്ടായിട്ടില്ല എന്നുള്ള അനുമാനത്തിലാണ് ഉള്ളത്. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് സംഘവുമായി മന്ത്രി ആശയവിനിമയം നടത്തി. അതേസമയം നിപ കൺട്രോൾ റൂമിൽ നിന്നും കണ്ടെയ്ൻമെന്റ് സോണിലെ ആളുകളെ വിളിക്കാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ച് MLA PM മുഹമ്മദ് റിയാസ് നിപ കൺട്രോൾ റൂമിന് മുന്നിൽ പ്രതിഷേധിച്ചു. കലക്ടറെ ഫോണിൽ വിളിച്ച് വിവരം പറഞ്ഞപ്പോഴും വകുപ്പ് തല അനുമതിയില്ലെന്ന് പറഞ്ഞതോടെ MLA പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തെ അകത്തേക്ക് വിളിപ്പിച്ച് സംസാരിച്ചു. കൺട്രോൾ റൂമിൽ നിന്നും ക്വാറന്റൈനിലുള്ളവരോട് സംസാരിക്കാൻ അനുമതിയില്ലെന്നറിഞ്ഞതോടെ പ്രതിഷേധമറിയിച്ച് MLA തിരിച്ചു പോവുകയായിരുന്നു. ജനങ്ങളുടെ ആത്മവിശ്വാസം ഉണ്ടാക്കാൻ ഇവിടുന്ന് ഫോൺ ചെയ്യണം, ഫോൺ ചെയ്യൽ കുറവാണ്, ഇവിടുന്ന് ഫോൺ വിളിക്കണമെന്ന് പറഞ്ഞിരുന്നു. MLA എന്നുള്ള നിലയിൽ നമ്മളും ജനങ്ങളോട് സംസാരിക്കാമല്ലോ, അല്ലാതെ തന്നെ ആളുകൾ സംസാരിക്കുന്നുണ്ടല്ലോ. അതിവിടെ ഇരുന്ന് സംസാരിക്കാൻ ഒരു 3-4 ആളെ വിളിക്കാൻ പറഞ്ഞാൽ അങ്ങനെ വിളിക്കാൻ പാടില്ല. ഇതിനിടെ നിപ പ്രതിരോധം പാളിയെന്നാരോപിച്ച് CPM-ഉം രംഗത്തെത്തിയിട്ടുണ്ട്. ഹൈറിസ്ക് വിഭാഗത്തിൽ 16 പേരും ലോ റിസ്കിൽ 67 പേരും ഉൾപ്പെടെ നിലവിൽ 87 പേരാണ് പട്ടികയിലുള്ളത്. സമ്പർക്ക പട്ടികയിലുള്ള എല്ലാവരെയും ദിവസം 2 നേരം കൺട്രോൾ റൂമിൽ നിന്നും വിളിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി നിപ റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാമനാട്ടുകര നഗരസഭയിലെ 5ാം ഡിവിഷനിലുള്ള 300-ലേറെ വീടുകളിൽ ആരോഗ്യ പ്രവർത്തകർ സർവേ നടത്തി. പനിയുള്ള 12 പേരെ ഇവിടെ നിന്നും കണ്ടെത്തിയിരുന്നു. എന്നാൽ നിപയുമായി ബന്ധപ്പെട്ട രോഗലക്ഷണങ്ങൾ ഇവരിൽ കണ്ടെത്തിയിട്ടില്ല. രാമനാട്ടുകര നഗരസഭയിൽ ഇന്നും RRT യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. ആരോഗ്യമന്ത്രി കോഴിക്കോടെത്തി നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കേണ്ടതായിരുന്നുവെന്ന് മുൻ ആരോഗ്യമന്ത്രി കെ ശൈലജ. ഏകോപനത്തിൽ ജനപ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്തണം. ആരോഗ്യവകുപ്പ് ഡയറക്ടറെ ഈ ഘട്ടത്തിൽ മാറ്റരുതായിരുന്നുവെന്നും കെ ശൈലജ പറഞ്ഞു. ഇത് പെട്ടെന്ന് ചെന്ന് ചേരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ പ്രധാനപ്പെട്ട ഹോസ്പിറ്റലിലെ ഡോക്ടർമാർ, അതിൻ്റെ ഭാരവാഹികൾ വിളിക്കുന്നത് വളരെ ഉചിതമായിരിക്കും. ഞങ്ങളന്ന് വെറ്റിനറി വിഭാഗത്തിലുള്ള ആളുകൾ വിളിച്ചിരുന്നു. മെഡിക്കൽ കോളേജിലുള്ളവരെയും ഹെൽത്ത് സർവീസിലുള്ളവരെയും ഒരുമിച്ചിരുത്തിയിരുന്നു. ഞങ്ങളെല്ലാം ഓർമ്മിക്കുന്നുണ്ടാവും, മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. രാത്രി തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് അപ്പം തന്നെയാണ് പ്ലാനിങ് നടത്തിയത്. അതിനെ അവിടെ കോഴിക്കോട് വന്ന് മീറ്റിംഗ് വിളിക്കുന്നതാണ് ഏറ്റവും ഉചിതമായിട്ട് വരിക. നമുക്ക് മുഖാമുഖം കണ്ട് അവരോട് സംസാരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്ന ഒരു സ്പിരിറ്റ് ഓൺലൈനിലാവുമ്പോൾ കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. അപ്പോൾ അത് അടിയന്തരമായിട്ടും ചെയ്യേണ്ടുന്ന കാര്യമാണ്. ഞാനിപ്പോൾ അതിൻ്റെ ആ രീതിയിലുള്ള പദങ്ങളൊന്നും ഉപയോഗപ്പെടുത്തുന്നില്ല. പക്ഷേ ഇതാണ് ഇപ്പോൾ ആരെയെങ്കിലും കുറ്റപ്പെടുത്താനോ വിമർശിക്കാനോ ഉള്ളൊരു സന്ദർഭമായിട്ടല്ല നമ്മളിതിന് ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ മുൻപേ ചെയ്തവർക്കുണ്ടാവുന്ന അനുഭവം ഇന്നതാണ്, അതുപോലെ ചെയ്യുന്നതാണ്. പനിയുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് പരാതി. ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിക്കെതിരെയാണ് പരാതി ഉയർന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ 1:30 കുട്ടിയുമായി താലൂക്ക് ആശുപത്രിയിലെത്തിയ വാണിയംകുളം ചെറുകാട്ടുപുലം സ്വദേശികളായ നിതീഷ് രേഷ്മ ദമ്പതികളുടെ 7 വയസ്സുകാരന് ചികിത്സ ലഭിച്ചില്ലെന്ന് രക്ഷിതാക്കൾ പറയുന്നു. ആ സമയം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ കുട്ടിയുടെ അവസ്ഥ നേരിട്ട് കണ്ടിട്ടും ടെമ്പറേച്ചർ പോലും പരിശോധിക്കാൻ തയ്യാറായില്ലെന്നും കുടുംബം ആരോപിക്കുന്നു. 3/4 മണിക്കൂറോളം കാത്തിരുന്നിട്ടും ചികിത്സ ലഭിക്കാതെ വന്നതോടെ കുട്ടിയുമായി സ്വകാര്യ ആശുപത്രിയിൽ പോയി ചികിത്സ തേടേണ്ടി വന്നു ും രക്ഷിതാക്കൾ പറഞ്ഞു. പരാതി ലഭിച്ചിട്ടില്ലെന്നും എന്താണ് സംഭവിച്ചത് എന്ന് അന്വേഷിക്കുകയാണെന്നും ആശുപത്രി സൂപ്രണ്ട് പ്രതികരിച്ചു. പനി പരിശോധിക്കുക പോലും ചെയ്യാണ്ട് അവർ രാവിലെ എഴുതിയ പീഡിയാട്രീഷ്യൻ എഴുതിയ മരുന്ന് തന്നെ മതി എന്നും പറഞ്ഞിട്ട് ഒന്ന് നോക്കുക പോലും ചെയ്യാണ്ട് അവിടുന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കുട്ടിയുടെ വെയിറ്റ് നോക്കുകയോ അല്ലെങ്കിൽ കുട്ടിക്ക് ടെമ്പറേച്ചർ നോക്കുകയോ ഒന്നും ചെയ്തില്ല. നമുക്ക് തീർത്തും അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത് ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ആദ്യമായിട്ടല്ല. 2-3 വട്ടം ഇങ്ങനെ കണ്ടപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികമായിട്ടുള്ളൊരു
ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാനത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇങ്ങനത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് അവിടെ നിന്ന് കുട്ടി ഛർദ്ദിക്കുകയും ഒക്കെ ചെയ്തു. എന്നിട്ടും അവർ ഒന്നും ചെയ്യാണ്ട് നമ്മളവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് ചെയ്തത്. കോഴിക്കോട് യുവതിക്ക് പാമ്പ് കടിയേറ്റു. എരഞ്ഞിപ്പാലം സ്വദേശി അനഘയ്ക്കാണ് മൂർഖൻ പാമ്പിന്റെ കടിയേറ്റത്. ഷൂ ഇടുമ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന പാമ്പ് കാലിൽ കടിക്കുകയായിരുന്നു. അനഘയെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ധർമ്മസ്ഥല കേസിൽ നടൻ പ്രകാശ് രാജിനും സാമൂഹിക പ്രവർത്തകരായ മഹേഷ് ഷെട്ടി, തിമ്മരോടി, ഗിരീഷ് മട്ടന്നവർ തുടങ്ങിയവർക്കുമെതിരെ ആരോപണവുമായി പ്രതി ചിന്നയ്യ. വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കാൻ പ്രകാശ് രാജ് അടക്കമുള്ളവർ നിർബന്ധിച്ചെന്ന് കർണാടക ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ ആരോപിക്കുന്നു. ഗൂഢാലോചന വിജയിച്ചാൽ 50 ലക്ഷം രൂപ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തു. തമിഴ്നാട്ടുകാരനായ തന്നോട് പ്രകാശ് രാജ് തമിഴിൽ സംസാരിച്ച് നിർദ്ദേശം നൽകിയെന്നും ചിന്നയ്യ ആരോപിക്കുന്നു. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ടാണ് ഹർജി. ധർമ്മസ്ഥലയിൽ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട 100-ൽ പരം സ്ത്രീകളുടെ മൃതദേഹം താൻ കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നായിരുന്നു ശുചീകരണ തൊഴിലാളിയായ ചിന്നയുടെ ആരോപണം. ഇയാൾ പറഞ്ഞ സ്ഥലങ്ങളിൽ മണ്ണ് നീക്കി പരിശോധന നടത്തി. എന്നാൽ വ്യാജ ആരോപണമാണ് ഉന്നയിച്ചതെന്ന് കണ്ടെത്തിയതോടെ ഇയാളെ പ്രതിയാക്കി കേസെടുക്കുകയായിരുന്നു. ഹർജിയിൽ പ്രകാശ് രാജ് അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കാൻ നിർദ്ദേശിച്ച കോടതി കേസ് ഈ മാസം 29-ന് വീണ്ടും പരിഗണിക്കാൻ മാറ്റി. നവകേരള യാത്രയ്ക്കിടയിലെ വിവാദ രക്ഷാപ്രവർത്തനം, പ്രതികളുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. 3 ദിവസം നീണ്ടുനിന്ന ചോദ്യം ചെയ്യലിനൊടുവിൽ പ്രതികളെ നോട്ടീസ് നൽകി വിട്ടയച്ചു. അതേസമയം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചു എന്ന് ഗൺമാൻ അനിൽ കല്ലിയൂർ പ്രതികരിച്ചു. രാവിലെ 10 മണി മുതൽ 4 മണി വരെ 3 ദിവസങ്ങളിലായി നീണ്ട വിശദമായ ചോദ്യം ചെയ്യലാണ് അവസാനിച്ചത്. പ്രതികൾക്ക് SIT നോട്ടീസ് നൽകി വിട്ടയച്ചു. മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അനിൽ കല്ലിയൂർ, സുരക്ഷാ ഉദ്യോഗസ്ഥൻ സന്ദീപ്, പോലീസ് ഉദ്യോഗസ്ഥരായ അരുൺ, വിപിൻ, ഷൈജു എന്നിവരെയാണ് 3 ദിവസം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയച്ചത്. കേസിൽ പ്രതികളുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയോ തെളിവെടുപ്പ് നടത്തുകയോ ചെയ്തിട്ടില്ല. അതേസമയം അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിച്ചുവെന്നും ആവശ്യമെങ്കിൽ വീണ്ടും വിളിപ്പിക്കുമെന്ന് അന്വേഷണ സംഘം അറിയിച്ചതായി ഗൺമാൻ അനിൽ കല്ലിയൂർ പറഞ്ഞു. ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണമാണ് ഇവിടെ നടന്നത്. ആ അന്വേഷണത്തോട് 100% നീതി പുലർത്തി സംസാരിക്കാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ അന്വേഷണത്തെ പൂർണ്ണമായും നമ്മൾ സഹകരിക്കാനുണ്ടായത്. പിന്നെ സാർ ഇതുവരെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കോടതി അനുവദിച്ച സമയം പൂർത്തിയായപ്പോൾ തന്നെ വിട്ടിട്ടുണ്ട്. ഇല്ല, പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. സാർ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2.5 വർഷത്തിന് ശേഷമാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകുന്നത്. ചോദ്യം ചെയ്യൽ 3 ദിവസം നീണ്ടെങ്കിലും മർദ്ദനത്തിൽ ഇവർ ഉപയോഗിച്ച വടി സംബന്ധിച്ച് വ്യക്തമായ ധാരണ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നാണ് സൂചന. മർദ്ദനത്തിൽ ഉപയോഗിച്ചത് ലാത്തിയല്ല എന്ന് SIT നേരത്തെ കണ്ടെത്തിയിരുന്നു. എന്നാൽ പ്രതികൾ ഉപയോഗിച്ച വടി കണ്ടെത്താൻ കഴിയാത്തത് കേസിനെ പ്രതികൂലമായി ബാധിച്ചേക്കും. തുടർ നടപടികളുടെ ഭാഗമായി 3 ദിവസമായി നടന്ന ചോദ്യം ചെയ്യലിൽ ലഭ്യമായ വിവരങ്ങൾ ഉൾപ്പെടുത്തി വിചാരണ കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നീക്കത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം. അമൃത ന്യൂസ്, ആലപ്പുഴ. ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ KB പ്രദീപ് രാജിവെച്ചു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതികളുടെ അഭിഭാഷകനെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വിവാദമായ പശ്ചാത്തലത്തിലാണ് നടപടി. KB പ്രദീപിനോട് സ്ഥാനമൊഴിയാൻ മുഖ്യമന്ത്രി VD സതീശൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് രാജി. ദേവസ്വം പ്ലീഡറുടെ നിയമനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരനും തുറന്നു സമ്മതിച്ചു. ഇത് 2ാം തവണയാണ് UDF സർക്കാരിന് നിയമനങ്ങളിൽ കൈപൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. ശബരിമല ശ്രീകോവിൽ സ്വർണം പൂശുന്ന ജോലി കരാറെടുത്ത സ്മാർട്ട് ക്രിയേഷൻസ് എന്ന കമ്പനിക്ക് വേണ്ടി കേരള ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകനാണ് KB പ്രദീപ്. ഇദ്ദേഹത്തെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡറായി നിയമിച്ചത് വലിയ വിവാദമായിരുന്നു. സ്മാർട്ട് ക്രിയേഷൻസിന്റെ അഭിഭാഷകനെ ദേവസ്വം വകുപ്പിന്റെ സ്പെഷ്യൽ സർക്കാർ പ്ലീഡറായി നിയമിച്ചതിൽ പ്രത്യേക അന്വേഷണ സംഘവും ആശങ്ക അറിയിച്ചിരുന്നു. അന്വേഷണ വിവരങ്ങൾ പ്രതികൾക്ക് ചോരുമെന്നായിരുന്നു SIT പറഞ്ഞത്. നിർണായക രേഖകൾ കൈമാറുന്നതിലും SITക്ക് ആശങ്കയുണ്ടായിരുന്നു. സർക്കാർ പ്രതിസന്ധിയിലായതോടെ രാജിക്കായി മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദേവസ്വം പ്ലീഡർ നിയമനത്തിൽ സർക്കാരിന് തെറ്റുപറ്റിയെന്ന് K മുരളീധരൻ പ്രതികരിച്ചു. ഇത് വിവാദമായപ്പോൾ അത് ഭക്തജനങ്ങൾക്ക് വളരെയധികം പ്രയാസമുണ്ടായി. നിയമനത്തിൽ സതുദ്ദേശത്തോടെ ചെയ്തതാണെങ്കിലും അത് ഭക്തജനങ്ങൾക്ക് സംശയമുണ്ടായ സാഹചര്യത്തിൽ അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞു. അദ്ദേഹം രാജിവെച്ചു. നിയമനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഒരു തരത്തിലുള്ള സംശയത്തിന്റെ നിഴലും നിൽക്കാൻ പാടില്ല എന്ന് സർക്കാരിന് നിർബന്ധ ബുദ്ധിയുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ ദിവസം സർക്കാർ നടപടി അന്വേഷണം അട്ടിമറിക്കാനാണെന്ന പ്രതിപക്ഷ ആരോപണം ദേവസ്വം മന്ത്രി K മുരളീധരൻ തള്ളിയിരുന്നു. പുതിയ പ്ലീഡർ മുൻപ് പ്രതികൾക്ക് വേണ്ടി ഹാജരായതിനാൽ അവരുടെ എല്ലാ ബലഹീനതകളും അദ്ദേഹത്തിന് നന്നായി അറിയാമെന്നും അത് കേസിനെ സഹായിക്കുമെന്നുമായിരുന്നു ഇത് സംബന്ധിച്ച മന്ത്രിയുടെ ന്യായീകരണം.
എന്തായാലും ഇത് രണ്ടാം തവണയാണ് UD സർക്കാരിന് നിയമനത്തിൽ കൈകൊള്ളുന്നത്. സണ്ണി ജോസഫിന്റെ അളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. KB പ്രദീപിനെ ദേവസ്വം പ്ലീഡറായി നിയമിച്ച നടപടി വിചിത്രമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സർക്കാർ തല കാര്യങ്ങൾ പാർട്ടി തലത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്നും അപാകതകളുണ്ടെങ്കിൽ പരിശോധിക്കുമെന്നും മന്ത്രി സണ്ണി ജോസഫ്. ദേവസ്വം പ്ലീഡർ നിയമനം ഭക്തരുടെ കരണത്തേറ്റ അടിയാണെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ്. മൂവരുടെയും പ്രതികരണത്തിലേക്ക്. ഏറ്റവും വലിയ കുറ്റാരോപിതനായിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, സ്ഥാപനത്തിനു വേണ്ടി ഹാജരായ അഡ്വക്കേറ്റിനെ തന്നെ ഇവിടെ ദേവസ്വത്തിന് വേണ്ടി നിയമിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു തരത്തിലുള്ള കള്ളനെ ചൂട്ടുപിടിക്കലായിപ്പോയി. ഏതെങ്കിലും കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പരിശോധിക്കുന്നുണ്ട്. അപാകതകളുണ്ടെങ്കിൽ അത് പരിഗണിക്കും, പരിശോധിക്കും. ഈ UDFന്റെ ഏറ്റവും ഒടുവിലത്തെ ഈ തീരുമാനം കേരളത്തിലെ ഭക്തജനങ്ങളുടെ മുഖത്ത് അടിച്ചതിന് തുല്യമാണ്. ഗവൺമെന്റ് സ്പെഷ്യൽ പ്ലീഡർ സ്ഥാനത്ത് നിന്നും KB പ്രദീപ് രാജിവെച്ചതുകൊണ്ട് പ്രശ്നം തീരില്ലെന്ന് മുൻ മന്ത്രി P രാജീവ്. എല്ലാ ഫയലുകളും അദ്ദേഹത്തിന്റെ കയ്യിൽ എത്തിയിട്ടുണ്ടാവും. എല്ലാം ലഭിച്ച ശേഷമുള്ള രാജിയാണോ എന്ന് പരിശോധിക്കണം. സ്വർണ്ണക്കൊള്ളയെ ന്യായീകരിച്ച് മാധ്യമങ്ങൾക്ക് മുമ്പിൽ പ്രതികരിച്ച ആളാണ് അഡ്വക്കേറ്റ് KB പ്രദീപ്. SIT റിപ്പോർട്ടടക്കം പ്ലീഡർ കൈവശപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചാർജ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എല്ലാ ഫയലുകളും ചാർജ് എടുത്ത് വക്കീലിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടാവും. അപ്പോൾ വക്കീലിൻ്റെ ആവശ്യം കഴിഞ്ഞിട്ടുള്ള രാജിയാണോ? എല്ലാ ഫയലുകളും പരിശോധിക്കാനുള്ള സന്ദർഭം ഉപയോഗിച്ചതിന് ശേഷമുള്ള രാജിയാണോ എന്ന് പ്രത്യേകം തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ അഭിഭാഷകൻ പരസ്യമായി മാധ്യമങ്ങളുടെ മുൻപിൽ ഇത്തരം കാര്യങ്ങളിൽ കൊള്ളയെ ന്യായീകരിച്ചുകൊണ്ടുള്ള ആ കമ്പനിയുടെ വാദമുഖങ്ങൾ നിരത്തിയിട്ടുള്ള ആൾ കൂടിയാണ്. കോടതിക്കകത്ത് വാദിച്ചു എന്ന് മാത്രമല്ല, മാധ്യമങ്ങളുടെ മുൻപിൽ വരെ വിശദീകരിച്ച ഒരു അഭിഭാഷകനെയാണ് ഇപ്പോൾ ഗവൺമെൻറ് ദേവസ്വത്തിൻ്റെ സ്പെഷ്യൽ പ്ലീഡറായിട്ട് വയ്ക്കുന്നത്. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഡോക്ടർ KJ റീനയെ മാറ്റിയതിൽ സർക്കാർ വാദങ്ങൾ പൊളിയുന്നു. 15 ദിവസം റീന അവധി ആവശ്യപ്പെട്ടു എന്നാണ് ഉത്തരവിൽ പറയുന്നത്. എന്നാൽ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് 2.5 ദിവസം മാത്രമാണ് അവധിക്ക് അപേക്ഷിച്ചതെന്ന് റീന വ്യക്തമാക്കി. ഡോക്ടർ റീനയോടുള്ള അതൃപ്തി പരസ്യമാക്കി മന്ത്രി K മുരളീധരനും രംഗത്ത് വന്നു. പകർച്ചവ്യാധിക്കാലത്ത് കൂടുതൽ അവധി ചോദിച്ചെന്ന കാരണം ചൂണ്ടിക്കാട്ടിയാണ് ഡോക്ടർ റീനയെ സ്ഥലം മാറ്റിയിരുന്നത്. 12-ാം തീയതി ഉച്ചയ്ക്ക് ശേഷവും 15, 16 തീയതികളിലുമാണ് ഡോക്ടർ റീന അവധിക്ക് അപേക്ഷ നൽകിയിരുന്നത്. എന്നാൽ സർക്കാർ ഉത്തരവിൽ പറയുന്നത് റീന 15 ദിവസം അവധി ചോദിച്ചു എന്നാണ്. നടപടിയെക്കുറിച്ച് ആരോഗ്യമന്ത്രിയുടെ പ്രതികരണം ഇങ്ങനെയാണ്. 3 വർഷം അവർ കംപ്ലീറ്റ് ആയി എന്ന് പറഞ്ഞിട്ടുള്ള പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നോട്ട് കൂടെ ഉണ്ട്. അവർ ലീവ് എടുക്കുക, അവർ 15 2 ദിവസം എന്നുള്ളതല്ല. ഈ ഒരു കാരണം കൊണ്ടും സർക്കാരിൻ്റെ ആലോചിക്കാതെ ചില നടപടികൾ സ്വീകരിച്ചതുകൊണ്ടും അവരെ മാറ്റി. സർക്കാരിന്റെ അനിഷ്ടമാണ് ഈ നടപടിക്ക് കാരണമെന്ന് ഈ വാക്കുകളിൽ നിന്നും വ്യക്തം. അത് സർക്കാരിൻ്റെ സിസ്റ്റത്തിനോട് സഹകരിക്കാത്തവരോട് ഞങ്ങൾ ആ രീതിയിലുള്ള നടപടി ഞങ്ങൾ സ്വീകരിക്കും. ഒന്ന്, ഇതുപോലത്തെ കത്തുകൾ കൊടുക്കുമ്പോൾ വകുപ്പ് മന്ത്രിയോ ഗവൺമെൻറ്റോ അറിയണം. എന്തടിസ്ഥാനത്തിലാണ് പറയുക ഡോക്ടർമാരെ കൊടുക്കില്ല എന്ന്? അത് ഗവൺമെൻറ് ചുമതലയല്ലേ? ഭക്തന്മാരുടെ താല്പര്യം നോക്കേണ്ടത് ഗവൺമെൻറ് ചുമതലയല്ലേ? അപ്പോൾ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിന് മുമ്പ് അങ്ങനെ കത്ത് കൊടുത്തത് ശരിയല്ല. അതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത്. കഴിഞ്ഞ ദിവസമാണ് ഡോക്ടർ റീനയെ സ്ഥലം മാറ്റുന്നതിനായി ആരോഗ്യവകുപ്പ് ഉത്തരവിറക്കിയത്. നടപടിയെന്നോ എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഏതായാലും അവരെ ട്രാൻസ്ഫർ ചെയ്തു, റീജിയണൽ ലാബിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത്. അഡീഷണൽ DHS ഡോക്ടർ മീനാക്ഷി വിക്ക് ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ ചുമതല നൽകുകയും ചെയ്തു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന് SITയുടെ നോട്ടീസ്. സ്വർണ്ണപ്പാളി കൈമാറ്റ കേസിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാണ് നിർദ്ദേശം. അടുത്ത ആഴ്ചയാണ് ഹാജരാകേണ്ടത്. അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന്റെ അവസാനഘട്ട നടപടികളിലാണ് SIT. അന്വേഷണ സംഘം നാളെ ശബരിമലയിലെത്തും. പ്രഭാമണ്ഡലം ഉൾപ്പെടെ വീണ്ടും പരിശോധിക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് ആവർത്തിച്ച് മുൻ ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ. പ്രധാന പ്രതിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച പങ്കജ് ഭണ്ഡാരിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാണ് സർക്കാർ നിയമനം നൽകിയത്. സ്വർണം കട്ടവരും വാങ്ങിയവരും സോണിയാഗാന്ധിയുടെ വീട്ടിൽ എങ്ങനെ എത്തി എന്നതിനും കോൺഗ്രസ് നേതൃത്വം മറുപടി നൽകണം. തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അദാനി ഗ്രൂപ്പിനെ കണ്ടത് എന്തിനാണെന്ന് വ്യക്തമാക്കണം. ഈ സംഭവങ്ങളെല്ലാം ഇതുമായി കൂട്ടിവായിക്കേണ്ടതാണെന്നും VN വാസവൻ കോട്ടയത്ത് പറഞ്ഞു. ഞങ്ങൾ ഈ നിയമനം വന്നപ്പോൾ തന്നെ അതിലെ ദുരൂഹതയും അതോടൊപ്പം തന്നെ കേസ് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള നീക്കമാണെന്നുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചിരുന്നു. അത് കേരളീയ സമൂഹത്തിന് വളരെ പെട്ടെന്ന് മനസ്സിലാകുകയും വലിയ രൂപത്തിലുള്ള രോഷം ഇന്നലെ വ്യാപകമായി ഉയർന്നു വരികയും ചെയ്ത ഘട്ടം നമ്മൾ കണ്ടു.
അതോടുകൂടി ഗത്യന്തരമില്ലാതെയാണ് മുഖ്യമന്ത്രി ശ്രീ പ്രദീപിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയും രാജിവെപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. നമുക്കെല്ലാം പകൽ പോലെ വെളിച്ചം നൽകുന്ന കാര്യമാണ് സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായിട്ടുള്ള ശ്രീ പങ്കജ ഭണ്ഡാരി, നമുക്കെല്ലാം അറിയാം, സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ CEO ആണ്. 39 ദിവസക്കാലം ഈ സ്വർണ്ണപ്പാളി കയ്യിൽ വെച്ചുകൊണ്ടിരുന്ന ആ സ്ഥാപനത്തിൻ്റെ CEO ഈ കേസിലെ പ്രധാന പ്രതിയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ രക്ഷിക്കാൻ വേണ്ടിയാണ് BJP-കാരനായ ഈ വക്കീൽ കോടതിയിൽ ഹാജരായത്. പൈറസിയും റിവ്യൂ ബോംബിംഗും അടക്കം നിരവധി പ്രതിസന്ധികൾ സിനിമാ ലോകം നേരിടുന്നുണ്ടെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി. ദക്ഷിണേന്ത്യൻ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികൾ കൊച്ചിയിൽ ചേർന്ന യോഗത്തിൽ പങ്കെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമ്മയിലെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഗൗരവമുള്ളതല്ലെന്നും തെരഞ്ഞെടുക്കപ്പെട്ടവർ അത് കൈകാര്യം ചെയ്തുകൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ദക്ഷിണേന്ത്യൻ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനാ പ്രതിനിധികളാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ സാന്നിധ്യത്തിൽ കൊച്ചിയിൽ യോഗം ചേർന്നത്. സെൻസറിങ്ങും നികുതി ഘടനയും അടക്കം സംഘടനാ പ്രതിനിധികൾ ഉന്നയിച്ച വിഷയത്തിൽ നടപടിയെടുക്കാൻ കേന്ദ്ര സർക്കാരുമായി ഇടപെടലുകൾ നടത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഒരു റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ അത് INB മിനിസ്റ്റർ എടുത്തും, പിന്നെ പൈറസിയെ സംബന്ധിച്ചും OTTയെ സംബന്ധിച്ചും റിവ്യൂ ബോംബിങ്ങിനെ സംബന്ധിച്ചുമൊക്കെ വളരെ ഗുരുതരമായ വിഷയങ്ങളുണ്ട്. അത് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്, അതുപോലെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇവരിലേക്കൊക്കെ ഈ റിപ്പോർട്ടൊന്ന് എത്തിച്ച് അതിൻ്റെ ഒരു അനന്തര നടപടി എന്ന നിലയ്ക്ക് സൗത്ത് ഇന്ത്യയിൽ ഫിലിം പ്രൊഡ്യൂസേഴ്സിനെയും അതുപോലെ തന്നെ തീർച്ചയായിട്ടും എക്സിബിറ്റേഴ്സും ഡിസ്ട്രിബ്യൂട്ടേഴ്സും എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു മീറ്റിങ്ങിന് few more meetings, continuation of meetings, and then I think, as he mentioned, we'll have a report, detailed report made for him to represent to the central government. Through him, we would like to represent to the central government to get a few things done, like piracy, which is very important, and we have some taxation issues, which is important. താരസംഘടനയായ അമ്മയിൽ ഇപ്പോൾ നടക്കുന്ന വിവാദങ്ങൾ ഗൗരവമുള്ളതല്ലെന്നും സംഘടനകൾക്കുള്ളിൽ ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. അവർ ഞങ്ങളെ കരുതി അവർക്ക് ഒരു ബഹുമാനം ഉണ്ടാവും. എല്ലാം ഈ റപ്ചേഴ്സൊക്കെ എല്ലായിടത്തും ഉണ്ടാവും, പക്ഷേ ഇതെല്ലാം ഹീൽ ചെയ്യും. നമ്മുടെ പ്രകൃതി തന്നെ വളരെ ഓർഗാനിക് അല്ലേ, അതുപോലൊരു ഓർഗാനിക് ഹീലിംഗ് ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് അതിനകത്ത് നല്ല കോൺഫിഡൻസ് ഉണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത ആൾക്കാരുണ്ട് അവിടെ, അവർ തീരുമാനിക്കട്ടെ, അവരത് ഹാൻഡിൽ ചെയ്യും. അമൃത ന്യൂസ്, കൊച്ചി. തെന്മല അഭയകേന്ദ്രത്തിൽ വയോധികമാർക്ക് ക്രൂരമായ പീഡനം നേരിട്ടെന്ന പരാതിയിൽ സംസ്ഥാന വയോജന കമ്മീഷൻ ഇടപെട്ടു. സ്ഥാപനത്തിന് സാമൂഹികക്ഷേമ വകുപ്പിന്റെ അംഗീകാരമില്ലെന്ന് കണ്ടെത്തിയ വയോജന കമ്മീഷൻ പോലീസിനോട് റിപ്പോർട്ട് തേടി വിശദമായ അന്വേഷണത്തിന് ശേഷം നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ പ്രതികരിച്ചു. അതേസമയം സ്ഥാപനത്തിലെ അന്തേവാസികളെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റി. 9 പുരുഷന്മാരും 3 സ്ത്രീകളും ഉൾപ്പെടെ 12 അന്തേവാസികളാണ് ഇവിടെ കഴിഞ്ഞു വന്നിരുന്നത്. വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ യാതൊരു ശുചിത്വവും പാലിക്കാതെയാണ് ഇവരെ പാർപ്പിച്ചിരുന്നത്. സ്ഥാപനത്തിന്റെ ഉടമയായിരുന്ന സ്ത്രീ കഴിഞ്ഞ ഏപ്രിൽ 25-ന് മരണപ്പെട്ടതിന് പിന്നാലെ ഭർത്താവ് ബ്രഹ്മദാസ് മേൽനോട്ടം ഏറ്റെടുത്തു. അന്തേവാസികളിൽ നിന്ന് ഈടാക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ. അതിനൊത്ത ചികിത്സയോ സൗകര്യങ്ങളോ ഇല്ല. ഇവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച അന്തേവാസികളിലൂടെയാണ് അഭയകേന്ദ്രത്തെക്കുറിച്ചുള്ള വാർത്തകൾ നാട്ടുകാർ അറിയുന്നത്. സ്ഥാപന നടത്തിപ്പുകാരൻ പീഡനത്തിനിരയാക്കിയതായും വയോധികരായ അന്തേവാസികൾ പോലീസിന് മൊഴി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപനത്തിലെത്തിയ വയോജന കമ്മീഷൻ പരിശോധന നടത്തി. അംഗീകാരമില്ലാതെയാണ് സ്ഥാപനം ഇത്രയും വർഷം പ്രവർത്തിച്ചിരുന്നതെന്ന് വയോജന കമ്മീഷൻ കണ്ടെത്തി. പരാതിക്കാരുടെയും പ്രതിയുടെയും അഭിപ്രായങ്ങൾ കേട്ടതിനു ശേഷം നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ വ്യക്തമാക്കി. എന്തെല്ലാം അനോമലീസ് ആണോ, അല്ലെങ്കിൽ കുഴപ്പങ്ങളാണോ, അല്ലെങ്കിൽ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണോ നടക്കുന്നത്, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽ കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കാൻ ബാധ്യസ്ഥമാണ്. അത് സർക്കാർ ആ നടപടികൾ സ്വീകരിക്കും. സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ അറിയിച്ചു. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ ലൈസൻസ് പരിശോധിക്കാനും മന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. സ്ഥാപനം നടത്തിപ്പുകാരനായ അഞ്ചൽ അഗസ്ത്യകോട് സ്വദേശി ബ്രഹ്മദാസിനെ കഴിഞ്ഞ ദിവസം തന്നെ തെന്മല പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. സ്ഥാപനത്തിലെ 12 അന്തേവാസികളെയും പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് മാറ്റി. അമൃത ന്യൂസ്, കൊല്ലം. ഡോക്ടർ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അർദ്ധ അതിവേഗ പാത യുക്തിഹീനമായ പദ്ധതിയെന്നും അതിവേഗ റെയിലുകൾ പോലെയുള്ള ആഡംബരങ്ങളല്ല കേരളത്തിന് വേണ്ടതെന്നും സംസ്ഥാന കേരയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി
ആലുവയിൽ യോഗം ചേർന്ന ശേഷമായിരുന്നു ജനകീയ സമിതിയുടെ പ്രതികരണം. വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്നും സമിതി ഭാരവാഹികൾ അറിയിച്ചു. കേരളത്തിന് വേണ്ടത് യാത്രക്കാർക്ക് ശ്വാസം മുട്ടാതെ യാത്ര ചെയ്യാൻ പറ്റുന്ന പൊതു റെയിൽ ഗതാഗത സംവിധാനമാണെന്നും ഡോക്ടർ ഇ ശ്രീധരൻ മുന്നോട്ട് വെച്ച അർദ്ധ അതിവേഗ പാത കേരളത്തിൻ്റെ ആവശ്യങ്ങൾക്ക് നിരക്കാത്ത പദ്ധതിയാണെന്നും സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി പറയുന്നു. എന്തെങ്കിലും ഒരു കാലത്ത് കേരളത്തിൽ ഇന്ത്യയിൽ അതിവേഗ പാതകൾ സ്റ്റാൻഡേർഡ് ഗേജിൽ വന്നാൽ അങ്ങനെയുള്ള ട്രെയിനുകൾ കണ്ണൂരോ അല്ലെങ്കിൽ കാസർഗോഡോ എത്തുമ്പം വേഗത കുറച്ച് ഈ പാളത്തിലേക്ക് കയറാം എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ഈ പദ്ധതിയുടെ ലോജിക്ക് എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പുതിയ പദ്ധതിക്ക് ഏതെങ്കിലും നിലയിൽ ഒരു പഠനം നടന്നതായോ ഒരു അലൈൻമെന്റ് മാപ്പ് പ്രസിദ്ധീകരിച്ചായോ അറിവില്ല. കേരളത്തിലെ തീവണ്ടി യാത്രക്കാർ ഇപ്പോൾ നേരിടുന്ന അതിസങ്കീർണമായ യാത്രാ ബുദ്ധിമുട്ടുകളുടെ വിശകലനം ഡോക്ടർ ഇ ശ്രീധരന്റെ റിപ്പോർട്ടിൽ ചേർത്തിട്ടില്ലെന്നും നിലവിലുള്ള റെയിൽവേയുടെ വികസനത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് പുതിയ പാതാ നിർദ്ദേശമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും അംഗങ്ങൾ യോഗത്തിൽ ചൂണ്ടിക്കാണിച്ചു. ആവശ്യമായ യാത്രകൾ സാധാരണ മനുഷ്യന് നിലവിലുള്ള നിരക്കുകൾക്ക് അനുസരിച്ച് യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിന് വേണ്ടിയാണ് സമിതി നിലകൊള്ളുന്നത്. അതിൽ നിന്ന് വ്യത്യസ്തമായി വലിയ തോതിൽ വിദേശ കടത്തിൻ്റെയും സാങ്കേതിക വിദ്യയുടെ ഇറക്കുമതിയിലും അധിഷ്ഠിതമായ വളരെ പരിമിതമായ ഭൂവിഭവങ്ങൾ ദുർവ്യയം ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രോജക്റ്റുകളെയും സമരസമിതിക്ക് അംഗീകരിക്കാനാകില്ല. സംസ്ഥാന കെയറയിൽ സിൽവർ ലൈൻ വിരുദ്ധ ജനകീയ സമിതി ജാഗ്രതാ സമിതിയായി തുടരും. ഇ ശ്രീധരന്റെ റിപ്പോർട്ട് പഠിക്കാൻ നിയോഗിച്ച സമിതിയിൽ വിശ്വാസമുണ്ട്. നിലവിലെ പദ്ധതി സിൽവർ ലൈനിന് സമാനമായ പദ്ധതിയെങ്കിൽ എതിർക്കുമെന്നും ജനകീയ സമിതി ഭാരവാഹികൾ പറഞ്ഞു. അമൃത ന്യൂസ്, കൊച്ചി. യൂട്യൂബർ തൊപ്പിക്കെതിരായ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. കഞ്ചാവ് അടക്കം സൂക്ഷിച്ചതിന്റെ ദൃശ്യങ്ങൾ തൊപ്പി ഗ്യാങ് തന്നെ പ്രചരിപ്പിച്ചിരുന്നു. അശ്ലീല പ്രദർശനവും സ്ത്രീവിരുദ്ധതയും നടത്തുന്നുവെന്ന പരാതിയിൽ DGP അന്വേഷണത്തിന് ഉത്തരവിട്ടിരുന്നു. കേരളത്തെ മയക്കുമരുന്ന് മുക്തമാക്കുമെന്നും ചെന്നിത്തല മലപ്പുറത്ത് പറഞ്ഞു. 26-ാം തീയതി ലോക മയക്കുമരുന്ന് വിരുദ്ധ ദിനമാണ്. അന്ന് കേരളത്തിലെ എല്ലാ വിദ്യാലയങ്ങളിലും ആഭ്യന്തര വകുപ്പ് പുതിയ പരിപാടികൾ ആവിഷ്കരിക്കുകയാണ്. എല്ലാ MLA-മാരും അവരവരുടെ നിയോജക മണ്ഡലങ്ങളിൽ അന്ന് ഈ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യുന്നത് തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ 26-ാം തീയതി വലിയ പരിപാടിയാണ്, ബോധവൽക്കരണ പരിപാടികൾ കൂടി ആരംഭിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ, ഇത് വിൽക്കുന്നവർ തുടങ്ങിയിട്ടുള്ള ആളുകളെ നിർബന്ധമായും പോലീസ് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരും. അങ്ങനെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ദയവായി അത് കച്ചവടം ഉപേക്ഷിക്കണം. നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ലക്ഷക്കണക്കിന് രൂപയുടേതാണ് ഇപ്പം പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെല്ലാം നമ്മുടെ ഭാവി തലമുറയെ തകർക്കാനുള്ളതാണ്. അത് അവസാനിപ്പിക്കണം. അതിനുവേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരും ഒരേ മനസ്സോടെ മുന്നിട്ടിറങ്ങണം എന്നാണ് എനിക്ക് അഭിപ്രായം.